സൂസന്നയ്ക്ക് പേപ്പർ കാർ ഉണ്ടാക്കാൻ അറിയോ? മിയോണിനറിയോ പേപ്പർ കാർ ഉണ്ടാക്കാൻ? എന്നാ ചേട്ടൻ ഉണ്ടാക്കണത് നോക്കിയാലോ നമുക്ക്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു പേപ്പറാണ്. ആദ്യം തന്നെ ഈ പേപ്പർ ഒന്ന് ഇങ്ങനെ മടക്കണം. രണ്ടെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ മടക്കി ഇത് കീറണം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണുണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ ആക്കണം. കീറാണ്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. നല്ലോണം ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഇവിടെ രണ്ട് ഇങ്ങനെ എക്സ് പോലെ വരും. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ആവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മളിങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക, ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടി ഇപ്പുറത്ത് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഈ വര കാണുന്നിടത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക കറക്റ്റ്. എന്നിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് മടക്കുക. ഇവിടെ രണ്ട് ഗ്യാപ്പുകൾ ഇപ്പുറത്തും വരും. അപ്പോൾ ഇങ്ങനെ ഇത് ഈ സാധനം ഇതിലേക്ക് കെട്ടി കൊടുക്കുക, ഇത് ഇതിൻ്റെ ഉള്ളിലേക്കും കെട്ടി കൊടുക്കുക. അങ്ങനെ ഇത് മടക്കി ഇവിടുത്തെ ഈ സാധനം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഡിസൈനൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തുള്ള സാധനം ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മടക്കുക. അതോടുകൂടി നമ്മുടെ പേപ്പർ കാർ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ കാറുകൾ കാണിച്ച പോലെ തന്നെ കളർ വേണമെങ്കിൽ കളർ ചെയ്യാം. ഓക്കെ, ഇത് റെഡി ആയെങ്കിൽ കളർ കൊടുക്കണ സൂസന്നെ? അല്ല, കളർ അടിച്ചു വെച്ചേക്കണ കാറുകളാണല്ലേ ഇത്. ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ടല്ലോ യോവാൻ. എന്താ പേര്? ഇതിൻ്റെ പേര് കോബ്രാന്ന്. ഇത് ടൈറ്റൻ, CR, ഹണ്ടർ, CR, പ്ലെയർ, അങ്ങനത്തെ. ഏറ്റവും അവസാനത്തെ ഏതാ? സ്റ്റാർ പ്ലെയിനോ? സ്റ്റാർ പ്ലെയർ. നമുക്ക് കളർ ചെയ്താലോ? നമുക്ക് പാൻ കൊണ്ട് മാത്രമായിട്ടും കളർ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കളറും കൂടി കൊടുക്കാം. ഞാൻ പാനും കളറും ഉപയോഗിക്കണം. ഞാനിവിടെ സൈഡിലൊക്കെ ഇങ്ങനെ പാൻ വെച്ചൊക്കെ ഇരിക്കണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം. നടുക്കൊരു വര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ റെഡ് കളർ കൊടുക്കാം രണ്ട് സൈഡിൽ. ഇവിടെ രണ്ട് സൈഡിലും കളർ കൊടുക്കാം. ഇവിടെ ഇവിടെ വേണമെങ്കിൽ ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചെയ്യാം. റെഡും ബ്ലാക്ക് തന്നെ ചെയ്യണമെന്നില്ല.
റെഡും ബ്ലൂവും നല്ല രസമുണ്ടല്ലോ കാണാൻ. ബ്ലാക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. ബ്ലാക്ക് വെച്ച് ചെയ്യാം. നമുക്ക് ഇവിടെ സൈഡിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തവും കളർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോയിൽ തരാം. ടാറ്റാ.